തിരുവനന്തപുരത്ത് കല്ലമ്പലത്ത് ലഹരിയുമായി പിടിക്കപ്പെട്ട സഞ്ജു സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. എയർപോർട്ടിൽ വെച്ച് ഇയാളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു. 2 കോടിയോളം വില വരുന്ന ലഹരി വസ്തുക്കളാണ് പ്രതിയിൽ നിന്ന് പിടികൂടിയത്. വിദേശത്തു നിന്ന് കടത്തിക്കൊണ്ടുവന്ന 2 കോടിയോളം വില വരുന്ന ലഹരി വസ്തുക്കളാണ് പ്രതി സഞ്ജുവിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ലഹരി വസ്തുക്കൾ കടത്തുന്നതിന് എയർപോർട്ടിൽ വച്ച് ഇയാളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഇതിനു മുമ്പും ഇയാൾ ഇത്തരം ഓൾറെഡി കുറ്റകൃത്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇയാളുടെ ശൃംഖലയിൽപ്പെട്ട മറ്റ് പല ആളുകളും ഇതുപോലെ തന്നെ പല MDMA കേസുകളിലും പ്രതികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതിനു മുമ്പും ഇയാൾ വന്നിട്ടുണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി 3 പേരുടെ റോൾ എന്താണെന്നുള്ളത് നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിലെ ഈ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ആ ടെമ്പോ വാൻ ഓടിച്ചത്. അത് ഈ 1-ാം പ്രതിയുടെ ആവശ്യപ്രകാരമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ, ഇനി ഇതേ വെഹിക്കിൾ ഉപയോഗിച്ചതിന് മുമ്പും ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കസ്റ്റംസ് ആയിട്ട്, ഇന്റലിജൻസ് ആയിട്ടും, അതുപോലെ തന്നെ NCB നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇവരൊക്കെ ആയിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈന്തപ്പഴത്തിന്റെ പെട്ടിക്കുള്ളിൽ കറുത്ത കവറിൽ ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചു കടത്താനാണ് പ്രതികൾ ശ്രമിച്ചത്. വിദേശത്തു നിന്ന് വന്ന പ്രതികൾ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നോവ കാറിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. പിന്നാലെ മറ്റൊരു പിക്കപ്പ് വാനിൽ ഇവർ MDMA ഈന്തപ്പഴ പെട്ടിക്കുള്ളിലാക്കി കടത്താൻ ശ്രമിക്കവെയാണ് പോലീസ് പിടിയിലായത്. കുറച്ചു ദിവസങ്ങളായി റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ. സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടെ വിശദമായ അന്വേഷണം നടത്തുമെന്നും പ്രതി സഞ്ജു 4 തവണ ഒമാനിൽ പോയി വന്നിട്ടുണ്ടെന്നും തിരുവനന്തപുരം ജില്ലാ റൂറൽ പോലീസ് മേധാവി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.